ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 5ഉം 6ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 34 രാമായണ കഥ ഹനുമത് സംഗമം വരെ. ശ്ലോകം 5. താതോക്ത്യായാതു കാമോ വനമനുജവധൂ സംയുതശ്ചാപധാര പൗരാനാരുധ്യ മാർഗേ ഗുഹനിലയഗതസ്ത്വം ജടാചീരധാരീ നാവാസം തീര്യ ഗംഗാമഥിപദവി പുനസ്തം ഭരദ്വാജമാരാന്നത്വാ തദുവാക്യഹേതോരതിസുഖമവസശ്ചിത്രകൂടേ ഗിരീന്ദ്രേ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്ന് നോക്കാം. താത ഉക്തിയ ചേർത്തിട്ട് താതോക്തിയ ത്യ എന്നുള്ളത് കാത്ത എന്നാണ്, ഒട്ടും മൂന്നണ്ട. യാതു കാമോ വനം അനുജ വധൂ സംയുത ചാപധാര. ച എന്നുള്ളത് ചേർത്ത് ചൊല്ലുമ്പോൾ ച എന്നാവും. വനമനുജ വധൂ സംയുത ചാപധാര. വധു എന്നുള്ളതിൻ്റെ ധൂ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. ധാര എന്നുള്ളതിൻ്റെ ധ എന്നും നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. വിസർഗമുണ്ട്, അപ്പോൾ വിസർഗത്തോടു കൂടെ നിർത്തണം. പൗരാൻ ആരുധ്യ പൗരാനാരുധ്യ ധ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. മാർഗേ ഗ എന്ന് ഡബിളായിട്ടുണ്ട്, മെല്ലെ നൂന്നണം. ഗുഹനിലയഗത ത്വം ചേർത്തിട്ട് ഗുഹനിലയഗതസ്ത്വം ജടാചീരധാരീ ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. നാവാ സംതീര്യ ഗംഗാം അധിപദവി. അധി എന്നുള്ളത് ധീന്ന് നന്നായിട്ട് ഊന്നി പറയണം. പദവി എന്നുള്ളതിൻ്റെ ദാന്ന് ദയയിലത്തെ ദാന്നാണ്. പുന തം ചേർത്തിട്ട് പുനസ്തം ഭരദ്വാജം ആരാത് ഭരദ്വാജമാരാന്നത്വ ഭരദ്വാജം ആരാത് നത്വ തദ് വാക്യഹേതോർ അതിസുഖം അവസത്. ദ്വ എന്നുള്ളതാണ് നമ്മൾ പിരിച്ചിട്ട് തദ് വാക്യ അങ്ങനെ ചൊല്ലിയത്. തദ്വാക്യ ഹേതോരതിസുഖം ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഇവിടെ ചേർത്ത് ചൊല്ലുമ്പോൾ ചിത്ര കൂടെ ചീനാവും ചേർത്ത് ചൊല്ലുമ്പോൾ, അല്ലെങ്കിൽ സുഖമവസത് ചിത്രകൂടേ ഗിരീന്ദ്രേ അങ്ങനെ നിർത്താം. താതോക്ത്യായാതു കാമോ വനമനുജവധൂ സംയുതശ്ചാപധാര പൗരാനാരുധ്യ മാർഗേ ഗുഹനിലയഗതസ്ത്വം ജടാചീരധാരീ നാവാസം തീര്യ ഗംഗാമഥിപദവി പുനസ്തം ഭരദ്വാജമാരാന്നത്വാ തദ്വാക്യഹേതോരതിസുഖമവസശ്ചിത്രകൂടേ ഗിരീന്ദ്രേ. അടുത്തത് 6ാമത്തെ ശ്ലോകം. ശ്രുത്വാ പുത്രാർത്തിഖിന്നം ഖലു ഭരതമുഖാത് സ്വർഗയാതം സ്വതാതം തപ്തോ ദത്വാംബു തസ്മൈ നിദധിത ഭരതേ പാദുകാം മേദിനീം ച അത്രിം നത്വാഥ ഗത്വാ വനമതിവിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്വാ ദൈത്യം വിരാഥം സുഗതിമകലയശ്ചാരുഭോശാരഭംഗീം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്ന് നോക്കാം. ശ്രുത്വാ പുത്രാർത്തി ഖിന്നം ഖി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഖലു എന്നുള്ളതിൻ്റെ ഖ എന്നും ഊന്നി പറയണം. ഭരതമുഖാത് ഭ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. മുഖാത് എന്ന് ഖ എന്ന് ഊന്നി പറയണം. സ്വർഗയാതം സ്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. സ്വർഗയാതം സ്വതാതം
തപ്തോ ദത്വാ അംബു തപ്തോ ദത്വാംബു തസ്മൈ നിദധിഥ. അവിടെ ശ്രദ്ധിച്ചോളൂ, ഒന്ന് ദ എന്ന് ദയിലത്തെ ദ എന്നാണ്, ധി എന്നുള്ളതിൻ്റെ ധ എന്ന് ധനത്തിൻ്റെ ധ എന്നാണ്, ഥ എന്നുള്ളത് രഥം എന്നൊക്കെ ഉള്ളതിൻ്റെ ഉച്ചാരണം വ്യത്യാസം ശ്രദ്ധിച്ചോളൂ. നിദധിഥ. ഭരതേ, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഭരതേ പാതുകാം മേദിനീം. ദ എന്നുള്ളത് ദയിലത്തെ ദ എന്നാണ്, മേദിനീം ച. അത്രിം നത്വാ അഥ ചേർത്തിട്ട് നത്വാഥ, ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഗത്വാ വനം അതിവിപുലം. വനമതിവിപുലം. ദണ്ഡകം ണ്ട എന്നുള്ളത് ണ ഡ എന്നാണ്, ഒട്ടും ഊന്നണ്ട അത്. ചണ്ടകായം ഇവിടെ അതേപോലെ ണ്ട് ണ ഡ എന്നാണ്, ഒട്ടും ഊന്നണ്ട. ഹത്വാ ദൈത്യം വിരാഥം. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സുഗതിം അകലയ ചാരു. അകലയ അവിടെ വിട്ട് ചൊല്ലുകയാണെങ്കിൽ ചാരു എന്ന് മതി, ചേർത്ത് ചൊല്ലുമ്പോൾ ചാരു എന്നാവും. സുഗതി മകലയ ചാരു. ഭോ അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ ശാരഭംഗീം എന്ന് മതി, ചേർത്ത് ചൊല്ലുമ്പോൾ രണ്ട് ശാന്ന് വേണം. ഭോ ശാരഭംഗീം. ഭോ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ശാന്ന് രണ്ട് ശാ മെല്ലെ നൂന്നണം. ഭംഗീം എന്നുള്ളതിൻ്റെ ഭാന്നും നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. അങ്ങനെ നിർത്താം. ശ്രുത്വാ പുത്രാർത്തിഖിന്നം ഖലു ഭരതമുഖാത് സ്വർഗയാതം സ്വതാദം തപ്തോ ദത്വാംബു തസ്മൈ നിദധിഥ ഭരതേ പാതുകാം മേദിനീം ച. അത്രിം നത്വാഥ ഗത്വാ വനമതിവിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്വാ ദൈത്യം വിരാഥം സുഗതിമകലയശ്ചാരുഭോ ശാരഭംഗീം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.